ഇതാണ് പെരുന്നാൾ തിരക്ക്. സെലിബ്രിറ്റികളെ മാത്രം എടുക്കുന്ന വ്ളോഗർ, കറങ്ങുന്ന ഫോട്ടോഗ്രാഫർ. ഹലോ മൈ ഗായ്സ്, ഇന്ന് പെരുന്നാളിന്റെ വ്ളോഗാണ്. രാവിലെ തന്നെ എണീച്ച് പുറത്തോട്ടേക്ക് വന്ന് നോക്കിയാലും നേരം വെളുക്കുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാലോ പെരുന്നാൾ നിസ്കാരം അതിരാവിലെയാണെന്ന്. കുളിച്ചു മാറ്റി നേരെ പള്ളിയിലേക്ക്. നിസ്കാരം പള്ളിന്റെ ഉള്ളിൽ നിന്ന് വേണമെന്നില്ല നിയത്തുള്ളത് കൊണ്ട് ഒന്ന് നടത്താൻ സ്പീഡാക്കി. പള്ളിയിലെത്തുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ബാക്കിയുള്ള 6 പള്ളിയിൽ പ്രസൻസ് പറഞ്ഞിട്ടാ. പള്ളിന്റെ പുറത്തിറങ്ങി വെക്കുമ്പോൾ മഹാജനസാഗരം. അങ്ങനെ നമ്മളെ ടീം ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് വിവരം കിട്ടി. നേരെ അങ്ങോട്ടേക്ക് വിട്ട് പോകുന്ന വഴിയെല്ലാം സെൽഫി എടുക്കലും കെട്ടിപ്പൊടിയും ഈദ് വിഷസ് കൈമാറലും ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളെ ഈദ് വിഷസും ഫോട്ടോ എടുക്കലും കുറച്ച് ദൂരം ഉണ്ട് അത്രേ. അങ്ങനെ ഒരു സൈഡ് നോക്കുന്നുണ്ട് ആബിദ് ഖാൻ നമ്മളെ വീഡിയോ എടുക്കുന്നു. അത് കണ്ട് ഞാനും ആബിദ് ഖാന്റെ വീഡിയോ എടുത്തു. ഇനി കുറച്ച് നമ്മളെ ഈദ് വിഷസും കെട്ടിപ്പൊടിയാവാം. അങ്ങനെ നേരെ റെസ്റ്റോറൻറ്റിൽ വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി തുടങ്ങി. അല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൊന്നനൊരു വാശി. നടക്കുന്ന നല്ല സ്ലോ മോഷനിൽ വേണം. ഇനി പെരുന്നാളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊന്നാണ് ഫോട്ടോഷൂട്ട്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എടുത്ത് കളിച്ച് അതിലൊരു തീരുമാനമാക്കി. അങ്ങനെ നേരെ റൂമിൽ വന്നപ്പോഴത്തേക്കോ നമ്മളെ ബിരിയാണിക്കുള്ള നല്ല ഒരുക്കങ്ങൾ സെറ്റ് ആകുന്നുണ്ട്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയും പായസം അടുപ്പിലും. നമ്മൾ അബ്ദുറഹ്മാൻ മൗജൂദ് പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല. അതൊക്കെ ഒരു സൈഡ് നടക്കുമ്പോഴത്തേക്ക് അടുത്ത ജുമാക്കുള്ള സമയമായി. നേരെ നമ്മ പള്ളിയിലേക്ക്. അങ്ങനെ പള്ളി കഴിഞ്ഞ് ദമ്മ് പൊട്ടിച്ച് സീറ്റ് പിരിച്ച് ചിക്കൻ ചില്ലി എത്തി. ഡ്രിങ്ക്സ് റെഡി. ബിരിയാണി വിളമ്പി തിന്നൽ തുടങ്ങി. അങ്ങനെ ബിരിയാണി ഒന്ന് റെസ്റ്റ് എടുത്ത് നേരെ ചങ്ങായിമാരെ വീണ്ടും കാണാൻ പോയി. പൈസലെത്തി, ഷാബ്ദിനെത്തി. അങ്ങനെ അവർക്കും കൊടുത്ത് പെരുന്നാൾ വിശ്വസും കെട്ടിപ്പിടിയും. നേരെ അടിപൊളി ചായ കുടിക്കാൻ വേണ്ടിക്ക് സമ്പത്തിലേക്ക്. പൈസലെന്തോ തപ്പുന്നുണ്ടേ. പെരുന്നാൾ പൈസ അങ്ങനെ പെരുന്നാളായ വേറൊരു പരിപാടിയാണ് ഗാനമേള. അത് ഷാർജയിലുണ്ട് എന്നിട്ട് നമ്മ നേരെ ഷാർജയിലേക്ക് വിട്ടു. കേറി നോക്കുമ്പോൾ തന്നെ അവരെ കാര്യപരിപാടി. അത് കഴിഞ്ഞ് നമ്മളെ പുലി കണ്ണൂർ ഷെരീഫെത്തി പരിപാടി തുടങ്ങി. നെക്സ്റ്റ് കോഡ് നമ്പർ സജിന സലീം. യൂസുഫ് കാരക്കാട്. കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ അസിൻ വെള്ളില. അങ്ങനെ പേരറിയാത്ത 2-3 ഗായകർ ഉണ്ടായിരുന്നു. ഷെഫീൽ കണ്ണൂരിന്റെ നേതൃത്വത്തിലുള്ള പൊട്ടിപ്പാറിയ ഗായക സംഘം. നമ്മളെ സെമീർ ഇരുമ്പന്റെ WR ഇവന്റാന്നിട്ടാ ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ അയകിയ ലയിലേയും കേട്ട് ഞാൻ അമ്മാടുന്ന സ്ഥലം കളിയാക്കി. എന്നാ പിന്നൊന്നുമില്ല.